അങ്ങനെ നല്ല രീതിയിൽ ഫുഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ചായ വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ നോക്കിയപ്പോഴെന്താ ഈ സോഫ നമുക്ക് ബെഡായിട്ട് യൂസ് ചെയ്യാം. ഞങ്ങളുടെ വീട്ടിൽ ടി വി ഇല്ലാത്തതുകൊണ്ട് തന്നെ ടി വി, സോഫ, ടീ ഇതൊക്കെ ഞങ്ങൾക്ക് വലിയ സംഭവം. പിന്നെ നമ്മൾ കൊണ്ടുവന്നേക്കണ വെജിറ്റബിൾസ് എല്ലാം തന്നെ ഫ്രിഡ്ജിൽ എടുത്ത് ബാക്കിയുള്ളതിലാണ് നമ്മുടെ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ വരുന്നത്. അപ്പൊ എല്ലാം നമ്മളിങ്ങനെ പറക്കി മാറ്റി കുറച്ച് കടുപ്പം കൂടി പോയി. കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ പഞ്ചസാര അങ്ങനെ ഇട്ട് തട്ടി ഒരു ചായ അങ്ങനെ ഉണ്ടായി. ഇവിടെ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര കൂളായിരുന്നു. പ്യൂറേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ വെള്ളത്തിന്റെ മുഷ്ക് ചൊവ്വയൊന്നും നമുക്ക് കിട്ടി. ഇതെന്താ ചോരവെള്ളം എന്ന് പറഞ്ഞ കളിയാക്കാണ് എടുത്തത്. അങ്ങനെയൊക്കെ തന്നെ എല്ലാം തന്നെ നമ്മൾ പാക്ക് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ കഴിച്ചതിൽ കുറച്ച് മന്തി ബാക്കി വന്നായിരുന്നു, അത് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അങ്ങനെ ഇനി കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്ന ശേഷം നമ്മൾ പിന്നെ എല്ലാം പെറുക്കി എടുത്ത് വെക്കണമല്ലോ. അപ്പൊ അലമാരയിൽ നമുക്ക് ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഹാങ്ങേഴ്സ്, പില്ലോസ്, പിന്നെ കംഫർട്ടർ, ഇതൊക്കെ നമുക്ക് അലമാരയുടെ ഉള്ളിലുണ്ട്. ശരിക്കും ഒരു വീട് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ മതിയിലോ എന്ന് നമ്മളിങ്ങനെ ആലോചിച്ചു. ബാത്റൂമിലാണെങ്കിൽ ഹീറ്റർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ചൂട് വെള്ളം കിട്ടുന്നുണ്ട്. നാളെ നമ്മൾ പോകുമ്പോൾ ഇതുപോലുള്ള റഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സാധനങ്ങളൊക്കെ അടുക്കി പറിച്ചത്. അങ്ങനെ ഞാനൊന്ന് തലേന്ന് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ട്രാൻസിഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്.